ശാന്തി 12-11-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഡ്രാമയുടെ കളിയെ അറിയുന്നു, അതിനാൽ കൃതജ്ഞത പറയുന്നതിൻ്റെയും കാര്യമില്ല. ചോദ്യം: സർവീസബിളായ കുട്ടികളിൽ ഏതൊരു ശീലം തികച്ചും ഉണ്ടായിരിക്കുവാൻ പാടില്ല? ഉത്തരം: യാചിക്കുന്നതിൻ്റെ. നിങ്ങൾ ബാബയിൽ നിന്നും ആശീർവാദമോ കൃപയോ മറ്റോ യാചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആരിൽ നിന്നും പൈസ പോലും യാചിക്കുവാൻ സാധിക്കില്ല. യാചിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, ഡ്രാമയനുസരിച്ച് കഴിഞ്ഞ കൽപ്പത്തിൽ ആര് വിത്ത് വിതച്ചുവോ അവർ വിതയ്ക്കും. ആർക്ക് തൻ്റെ ഭാവിയിലെ പദവി ഉയർന്നതാക്കേണ്ടതുണ്ടോ അവർ തീർച്ചയായും സഹയോഗിയാകും. നിങ്ങളുടെ ജോലിയാണ് സർവീസ് ചെയ്യുക. നിങ്ങൾക്ക് ആരോടും ഒന്നും യാചിക്കുവാൻ സാധിക്കില്ല. ഭക്തിയിലാണ് യാചനയുള്ളത്, ജ്ഞാനത്തിൽ അല്ല. ഗീതം: എനിക്ക് ആശ്രയം നൽകുന്നവനെ. ഓം ശാന്തി. കുട്ടികളായ നിങ്ങളുടെ ഉള്ളിൽ നിന്നും കൃതജ്ഞത എന്ന വാക്ക് പിതാവിനും ടീച്ചറിനും ഗുരുവിനും വേണ്ടി വരിക സാധ്യമല്ല. കാരണം കുട്ടികൾക്കറിയാം, ഈ കളി തയ്യാറാക്കപ്പെട്ടതാണ്. കൃതജ്ഞതയുടെയും മറ്റും കാര്യമില്ല. ഡ്രാമയനുസരിച്ചാണ് എന്നതും കുട്ടികൾക്കറിയാം. ഡ്രാമ എന്ന വാക്കും കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്നു. കളി എന്ന വാക്ക് പറയുന്നതിലൂടെ തന്നെ മുഴുവൻ കളിയും നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്നു. അതായത് നിങ്ങൾ സ്വയമേ സ്വദർശന ചക്രധാരിയായി മാറുന്നു. 3 ലോകങ്ങളും നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്നു: മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം. ഇപ്പോൾ കളി പൂർത്തിയാകുന്നു എന്നതും അറിയുന്നുണ്ട്. ബാബ വന്ന് നിങ്ങളെ ത്രികാലദർശിയാക്കുന്നു. 3 കാലങ്ങളുടെയും 3 ലോകങ്ങളുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. കാലം എന്ന സമയത്തെയാണ് പറയുന്നത്. ഈ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യാതെ ഓർമ്മയിലിരിക്കുക സാധ്യമല്ല. കുട്ടികളായ നിങ്ങൾ വളരെയധികം പോയിന്റ്സ് മറന്നു പോകുന്നു. ഡ്രാമയുടെ ഡ്യൂറേഷൻ, അതായത് ദൈർഘ്യവും നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ത്രിനേത്രിയും ത്രികാലദർശിയുമാകുന്നു. ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിക്കുന്നു. ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങൾ ആസ്തികരായി മാറുന്നു. ഇല്ലെങ്കിൽ അനാഥരായിരുന്നു. ഈ ജ്ഞാനം കുട്ടികളായ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റുഡൻറ്റിൻ്റെ ബുദ്ധിയിൽ സദാ നോളജിൻ്റെ മഥനം നടക്കുന്നു. ഇതും നോളജാണല്ലോ. ഉയർന്നതിലും ഉയർന്ന ബാബ തന്നെയാണ് നോളജ് നൽകുന്നത് ഡ്രാമയനുസരിച്ച്. ഡ്രാമ എന്ന വാക്കും നിങ്ങളുടെ മുഖത്തിലൂടെ വരിക സാധ്യമാണ്. അതും സർവീസിൽ തൽപരരായിരിക്കുന്ന കുട്ടികളിൽ നിന്നും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഓർഫനായിരുന്നു, അതായത് അനാഥരായിരുന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബയാകുന്ന നാഥനെ ലഭിച്ചു. അപ്പോൾ നാഥനുള്ളവരായി. ആദ്യം നിങ്ങൾ പരിധിയില്ലാത്ത അനാഥരായിരുന്നു. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സുഖം നൽകുന്നവനാണ്. ഇങ്ങനെ ഉള്ള സുഖം നൽകുന്ന മറ്റൊരു പിതാവും ഉണ്ടാകില്ല. പുതിയ ലോകവും പഴയ ലോകവും ഇതെല്ലാം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. എന്നാൽ മറ്റുള്ളവരെയും യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഈ ഈശ്വരീയ തൊഴിലിൽ മുഴുകണം. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ അവരവരുടേതാണ്. ആരാണോ ഓർമ്മയുടെ യാത്രയിലായിരിക്കുന്നത് അവർക്ക് തന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഓർമ്മയിലൂടെ ബലം ലഭിക്കുന്നുവല്ലോ. ബാബ മൂർച്ചയുള്ള വാളാണ്. കുട്ടികളായ നിങ്ങളും മൂർച്ച വരുത്തണം. യോഗബലത്തിലൂടെ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടുന്നു. യോഗത്തിലൂടെയാണ് ബലം ലഭിക്കുന്നത്, ജ്ഞാനത്തിലൂടെയല്ല. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നോളജ് സോഴ്സ് ഓഫ് ഇൻകം ആണ്, അതായത് വരുമാന സ്രോതസ്സാണ്.
യോഗത്തെ ബലം എന്ന് പറയുന്നു. പകലിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ യോഗം നല്ലതാണോ അതോ ജ്ഞാനം നല്ലതാണോ? യോഗമാണ് പ്രസിദ്ധമായത്. യോഗം എന്നാൽ ബാബയുടെ ഓർമ്മ. ബാബ പറയുന്നു, ഈ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ പാപം മുറിയുന്നത്. ഇതിന് തന്നെയാണ് ബാബ ഊന്നൽ നൽകുന്നത്. ജ്ഞാനമാണെങ്കിൽ സഹജമാണ്. ഭഗവാൻ വാച, ഞാൻ നിങ്ങളെ സഹജ ജ്ഞാനം കേൾപ്പിക്കുന്നു. 84ന്റെ ചക്രത്തിന്റെ ജ്ഞാനം കേൾപ്പിക്കുന്നു. അതിൽ സർവ്വതും വരുന്നു. ഹിസ്റ്ററിയും ജോഗ്രഫിയും ഉണ്ടല്ലോ. ജ്ഞാനവും യോഗവും രണ്ടും സെക്കൻഡിന്റെ കാര്യമാണ്. ഞാൻ ആത്മാവാണ്. നമുക്ക് ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇത്രമാത്രം. ഇതിൽ പ്രയത്നമുണ്ട്. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നതിലൂടെ ശരീരത്തിന്റെ വിസ്മൃതി ഉണ്ടാകുന്നത് പോലെയാണ്. 1 മണിക്കൂർ തികച്ചെങ്കിലും ഇങ്ങനെ അശരീരിയായിരിക്കൂ എങ്കിൽ എത്ര പാവനമായി മാറും. മനുഷ്യർ രാത്രി ചിലർ 6 മണിക്കൂർ, ചിലർ 8 മണിക്കൂർ ഉറങ്ങുന്നു. അപ്പോൾ അശരീരിയായി മാറുന്നല്ലോ. ആ സമയത്ത് ഏതെങ്കിലും വികർമ്മം ഉണ്ടാകുന്നില്ല. ആത്മാവ് ക്ഷീണിച്ച് ഉറങ്ങിപ്പോകുന്നു. ഏതെങ്കിലും പാപം വിനാശമാകുന്നു എന്നല്ല, അങ്ങനെയല്ല. അത് ഉറക്കമാണ്. വികർമ്മമൊന്നും ഉണ്ടാകുന്നില്ല. ഉറങ്ങാതിരുന്നാൽ പാപം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഉറക്കവും ഒരു സുരക്ഷയാണ്. മുഴുവൻ ദിവസവും സർവീസ് ചെയ്ത് ആത്മാവ് പറയുന്നു, ഇപ്പോൾ ഞാൻ ഉറങ്ങുന്നു, അശരീരിയായി മാറുന്നു. നിങ്ങൾക്ക് ശരീരം ഉണ്ടായിരിക്കുമ്പോഴും അശരീരിയാകേണ്ടതുണ്ട്. ഞാൻ ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും വേറിട്ടതും ശാന്ത സ്വരൂപവുമാണ്. ആത്മാവിന്റെ മഹിമ ഒരിക്കലും കേട്ടിട്ടുണ്ടാകില്ല. ആത്മാവ് സച്ചിത് ആനന്ദ സ്വരൂപമാണ്. പരമാത്മാവിന്റെ മഹിമ പാടുന്നു. സത്യമാണ്, ചൈതന്യമാണ്, സുഖശാന്തിയുടെ സാഗരമാണ്. ഇപ്പോൾ നിങ്ങളെ പിന്നെ മാസ്റ്റർ എന്ന് പറയും. കുട്ടികളെ മാസ്റ്റർ എന്നും പറയുന്നു. അപ്പോൾ ബാബ യുക്തികളും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ദിവസവും ഉറങ്ങണം എന്നല്ല, പാടില്ല. നിങ്ങൾക്കാണെങ്കിൽ ഓർമ്മയിലിരുന്ന് പാപങ്ങളെ വിനാശം ചെയ്യേണ്ടതുണ്ട്. എത്ര സാധിക്കുമോ ബാബയെ ഓർമ്മിക്കണം. ബാബ നമ്മുടെ മേൽ ദയയും കൃപയും കാണിക്കുന്നു എന്നല്ല, അങ്ങനെയല്ല. ആ ഒന്നിന്റെ മഹിമയാണ് ദയാഹൃദയനായ ചക്രവർത്തി. ഇതും ആ ഒന്നിന്റെ പാർട്ടാണ്. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാക്കുക എന്നത്. ഭക്തർ മഹിമ പാടുന്നു. നിങ്ങൾക്ക് കേവലം മഹിമ പാടേണ്ടതില്ല. ഈ ഗീതവും മറ്റും ദിനം പ്രതിദിനം നിലച്ചുകൊണ്ടിരിക്കും. സ്കൂളിലും എപ്പോഴെങ്കിലും ഗീതം ഉണ്ടായിരിക്കുന്നു. കുട്ടികൾ ശാന്തിയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ടീച്ചർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു, പിന്നീട് ഇരിക്കുന്നു. ഈ ബാബ പറയുന്നു, എനിക്കാണെങ്കിൽ പഠിപ്പിക്കാനുള്ള പാർട്ട് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ പഠിപ്പിക്കുക തന്നെ വേണം. കുട്ടികളായ നിങ്ങൾക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. ആത്മാവിന് ഇരുന്ന് കേൾക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ മുഴുവൻ ലോകത്തിൽ നിന്നും വേറിട്ടതാണ്. കുട്ടികളോട് നിങ്ങൾ എഴുന്നേൽക്കൂ എന്ന് പറയുമോ? ഇല്ല. അതാകട്ടെ ഭക്തി മാർഗത്തിലാണ് ചെയ്യുന്നത്, ഇവിടെയല്ല. ബാബ സ്വയം എഴുന്നേറ്റ് നമസ്തേ പറയുന്നു. സ്കൂളിൽ അഥവാ കുട്ടികൾ വൈകിയാണ് വരുന്നതെങ്കിൽ ടീച്ചർ ഒന്നുകിൽ ശിക്ഷിക്കും, അല്ലെങ്കിൽ പുറത്തു നിർത്തും. അതിനാൽ സമയത്തിന് എത്തിച്ചേരണം എന്ന ഭയമുണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ ഭയത്തിന്റെ കാര്യമില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. മുരളികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് റെഗുലറായി പഠിക്കണം. മുരളി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രസന്റ് മാർക്ക് വീഴും, ഇല്ലെങ്കിൽ ആബ്സെൻ്റായി പോകും. കാരണം ബാബ പറയുന്നു, നിങ്ങളെ ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുകയാണ്. അഥവാ നിങ്ങൾ മുരളി മിസ് ചെയ്യുന്നുവെങ്കിൽ ആ പോയിന്റ്സ് മിസ്സായി പോകും.
ഇത് പുതിയ കാര്യങ്ങളാണ്. അത് ലോകത്തിൽ ആരും തന്നെ അറിയുന്നില്ല. നിങ്ങളുടെ ചിത്രം കാണുമ്പോൾ തന്നെ ആശ്ചര്യപ്പെടുന്നു. ഒരു ശാസ്ത്രങ്ങളിലുമില്ല. ഭഗവാൻ ചിത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇത് നിങ്ങളുടെ പുതിയ ചിത്രശാലയാണ്. ആരാണോ ദേവതമാരാകുന്നവരും ബ്രാഹ്മണ കുലത്തിലുള്ളവരും അവരുടെ ബുദ്ധിയിൽ തന്നെയാണ് ഇരിക്കുക. പറയും, ഇത് ശരിയാണ്. കഴിഞ്ഞ കൽപ്പത്തിലും നമ്മൾ പഠിച്ചിരുന്നു. തീർച്ചയായും ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളിൽ ആദ്യ നമ്പറിൽ ഗീത തന്നെയാണ്. കാരണം ആദ്യത്തെ ധർമ്മം തന്നെ ഇതാണ്. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം അതിനും വളരെയധികം പിന്നിലായി രണ്ടാമത്തെ ശാസ്ത്രമുണ്ടാകുന്നു. ആദ്യം ഇബ്രാഹിം വന്നു. അപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ 1-ൽ നിന്നും 2-ഉം 2-ൽ നിന്നും 4-മായി. ധർമ്മത്തിന്റെ വൃദ്ധി ഉണ്ടായി 1 ലക്ഷമോ 1.5 ലക്ഷമോ ആകുമ്പോൾ ശാസ്ത്രങ്ങളും മറ്റും ഉണ്ടാകുന്നു. അവരുടേതും പകുതി സമയത്തിനു ശേഷം തന്നെയായിരിക്കും ഉണ്ടാവുക. കണക്ക് എടുക്കപ്പെടുന്നുവല്ലോ. കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ബാബയിൽ നിന്നും നമുക്ക് സമ്പത്ത് ലഭിക്കുന്നു. നിങ്ങൾക്കറിയാം, ബാബ നമുക്ക് സൃഷ്ടിചക്രത്തിന്റെ മുഴുവൻ ജ്ഞാനവും മനസ്സിലാക്കിച്ചു തരുന്നു. ഇതാണ് പരിധിയില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും. സർവരോടും പറയണം, ഇവിടെ വേൾഡിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. അത് മറ്റാർക്കും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. വേൾഡിന്റെ മാപ്പ് ഇറക്കുന്നു. എന്നാൽ അതിലും ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം എപ്പോഴായിരുന്നു എന്നും എത്ര സമയം നടന്നു എന്നും എവിടെയാണ് കാണിക്കുന്നത്? വേൾഡ് ഒന്ന് തന്നെയാണ്. ഭാരതത്തിലാണ് രാജ്യം ഭരിച്ച ശേഷം പോയത്. ഇപ്പോഴില്ല. ഈ കാര്യങ്ങൾ ആരുടെയും ബുദ്ധിയിലില്ല. അവരാണെങ്കിൽ കൽപ്പത്തിന്റെ ആയുസ് തന്നെ നീട്ടി 1,00,000 വർഷങ്ങൾ എന്ന് പറയുന്നു. മധുരമായ കുട്ടികളായ നിങ്ങൾക്ക് ആരും കൂടുതൽ ബുദ്ധിമുട്ട് നൽകുന്നില്ല. ബാബ പറയുന്നു, പാവനമാകണം. പാവനമാകുന്നതിനായി നിങ്ങൾ ഭക്തിമാർഗത്തിൽ എത്ര തിക്കും തിരക്കും കൊള്ളുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. തിക്കും തിരക്കും കൊണ്ടുകൊണ്ട് 2500 വർഷം കടന്നുപോയി. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുന്നു, വീണ്ടും രാജ്യഭാഗ്യം നൽകാൻ. നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ട്. പഴയതിൽ നിന്നും പുതിയത്, പുതിയതിൽ നിന്നും പഴയതുമായ ലോകം തീർച്ചയായും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ പുരാതന ഭാരതത്തിന്റെ അധികാരിയാണല്ലോ. പിന്നെ പുതിയതിന്റെ അധികാരിയാകും. ഒരു ഭാഗത്ത് ഭാരതത്തിന്റെ വളരെ മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് പിന്നെ വളരെയധികം അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അടുക്കൽ ആ ഗീതവുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ എന്തെല്ലാമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 2 ഗീതങ്ങളും കേൾപ്പിക്കേണ്ടതാണ്. രാമരാജ്യം എവിടെ, ഇതെവിടെ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. ബാബ ദരിദ്രരുടെ നാഥനാണ്. ദരിദ്രരുടെ കുട്ടികൾ തന്നെയായിരിക്കും കണ്ടുമുട്ടുക. ധനികർക്കാണെങ്കിൽ തൻ്റെതായ ലഹരി ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും ആര് വന്നിട്ടുണ്ടാകുമോ അവർ തന്നെ വരും. ചിന്തയുടെ ഒരു കാര്യവുമില്ല. ശിവബാബയ്ക്ക് ഒരിക്കലും ഒരു ചിന്തയും ഉണ്ടായിരിക്കുന്നില്ല. ദാദയ്ക്ക് ഉണ്ടാകും. ഇദ്ദേഹത്തിന് തൻ്റെയും ചിന്തയുണ്ട്. എനിക്ക് നമ്പർ 1 പാവനമാകണം. ഇതിൽ തന്നെയാണ് ഗുപ്ത പുരുഷാർത്ഥം. ചാർട്ട് വയ്ക്കുന്നതിലൂടെ മനസ്സിലാകും ഈ ഒന്നിന്റെ പുരുഷാർത്ഥം കൂടുതലാണ് എന്ന്. ബാബ എപ്പോഴും മനസ്സിലാക്കിച്ചു കൊണ്ടിരിക്കുന്നു, ഡയറി വയ്ക്കൂ. വളരെയധികം കുട്ടികൾ എഴുതുന്നുമുണ്ട്. ചാർട്ട് വയ്ക്കുന്നതിലൂടെ വളരെയധികം നന്നായി. ഈ യുക്തി വളരെ നല്ലതാണ്. അതിനാൽ സർവരും ചെയ്യേണ്ടതാണ്. ഡയറി വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ നേട്ടമുണ്ടാകും. ഡയറി വയ്ക്കുക എന്നാൽ ബാബയെ ഓർമ്മിക്കുക. അതിൽ ബാബയെ ഓർമ്മിച്ചത് എഴുതണം. ഡയറിയും സഹായിയാകും,
പുരുഷാർത്ഥമുണ്ടാകും. ഡയറികൾ എത്ര ലക്ഷങ്ങളും കോടികളും ഉണ്ടാകുന്നു നോട്ട് ചെയ്യുന്നതിന് വേണ്ടി. ഏറ്റവും മുഖ്യമായ കാര്യം ഈ നോട്ട് ചെയ്യുന്നതിൻ്റെതാണ്. ഇതൊരിക്കലും മറക്കുവാൻ പാടില്ല. അതേസമയം ഡയറിയിൽ എഴുതേണ്ടതാണ്. രാത്രിയിൽ കണക്കെഴുതേണ്ടതാണ്. പിന്നീട് മനസ്സിലാകും നമുക്ക് നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന്. കാരണം ജന്മജന്മാന്തരങ്ങളിലെ വികർമ്മം ഭസ്മമാക്കേണ്ടതുണ്ട്. ബാബ വഴി പറഞ്ഞു തരുന്നു, തൻ്റെ മേൽ ദയവും കൃപയും കാണിക്കണം. ടീച്ചർ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ആശീർവാദം ചെയ്യുന്നില്ല. ആശീർവാദം, കൃപ, ദയവ് തുടങ്ങിയവ യാചിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. ആരോടും പൈസ പോലും യാചിക്കുവാൻ പാടില്ല. കുട്ടികൾക്ക് കർശനമായ വിലക്കുണ്ട്. ബാബ പറയുന്നു, ഡ്രാമയനുസരിച്ച് ആരാണോ കഴിഞ്ഞ കൽപ്പം വിത്ത് വിതച്ചത്, സമ്പത്ത് നേടിയത്, അവർ സ്വയമേ ചെയ്യും. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയും യാചിക്കരുത്. ചെയ്യാതിരിക്കുകയാണെങ്കിൽ നേടുകയില്ല. മനുഷ്യർ ദാനപുണ്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ റിട്ടേണായി ലഭിക്കുന്നുവല്ലോ. രാജാവിൻ്റെ വീട്ടിലോ ധനികന്റെ അടുക്കലോ ജന്മമെടുക്കുന്നു. ആര് ചെയ്യേണ്ടതായിട്ടുണ്ടോ അവർ സ്വയമേ ചെയ്യും. നിങ്ങൾ യാചിക്കുവാൻ പാടില്ല. കഴിഞ്ഞ കൽപ്പത്തിൽ ആരെത്ര ചെയ്തുവോ ഡ്രാമ അവരെ കൊണ്ട് ചെയ്യിക്കും. യാചിക്കേണ്ട എന്താവശ്യമാണ്? ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാണിക്ക നിറഞ്ഞുകൊണ്ടിരിക്കുന്നു സർവീസിന് വേണ്ടി. ഞാൻ കുട്ടികളോട് പൈസ നൽകൂ എന്ന് പറയില്ല. ഭക്തിമാർഗത്തിൻ്റെ കാര്യം ജ്ഞാനമാർഗത്തിൽ ഉണ്ടായിരിക്കുന്നില്ല. ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ സഹായിച്ചത് അവർ ചെയ്തുകൊണ്ടിരിക്കും. സ്വയം ഒരിക്കലും യാചിക്കരുത്. ബാബ പറയുന്നു, കുട്ടികളെ, സംഭാവന നിങ്ങൾക്ക് ശേഖരിക്കുവാൻ സാധിക്കില്ല. ഇതാണെങ്കിൽ സന്യാസിമാർ ചെയ്യുന്നു. ഭക്തി മാർഗത്തിൽ അല്പം കൊടുക്കുകയും ചെയ്യുന്നു. അതിനുള്ള റിട്ടേണായി ഒരു ജന്മത്തേക്ക് ലഭിക്കുന്നു. ഇത് പിന്നെ ജന്മജന്മാന്തരങ്ങളിലേക്ക് വേണ്ടിയാണ്. അപ്പോൾ ജന്മജന്മാന്തരങ്ങളിലേക്ക് വേണ്ടി സർവ്വതും നൽകുന്നത് നല്ലതാണല്ലോ. ഈ ഒന്നിൻ്റെ നാമം തന്നെ ഭോല ഭണ്ഡാരി എന്നാണ്. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യൂ, അപ്പോൾ വിജയമാലയിൽ കോർക്കപ്പെടും. ഭണ്ഡാരം നിറയുമ്പോൾ കാലദോഷം അകന്നിരിക്കും. അവിടെ ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകുന്നില്ല. ഇവിടെ മനുഷ്യർ കാലനെ എത്ര ഭയക്കുന്നു. അല്പം എന്തെങ്കിലും ഉണ്ടായെങ്കിൽ മരണം ഓർമ്മ വരുന്നു. അവിടെ ഈ ചിന്തയേ ഇല്ല. നിങ്ങൾ അമരപുരിയിലേക്ക് പോകുന്നു. ഇത് മോശമായ മൃത്യുലോകമാണ്. ഭാരതം തന്നെ അമരലോകമായിരുന്നു, ഇപ്പോൾ മൃത്യുലോകമാണ്. നിങ്ങളുടെ പകുതി കൽപ്പം വളരെ മോശമായത് കടന്നുപോയി, താഴെ വീണു വന്നു. ജഗന്നാഥപുരിയിൽ വളരെ മോശമായ ചിത്രങ്ങളുണ്ട്. ബാബ അനുഭവിയാണല്ലോ. 4 ഭാഗത്തും ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. വെളുപ്പിൽ നിന്നും കറുപ്പായിരിക്കുന്നു. ഗ്രാമത്തിൽ വസിക്കുന്നവനായിരുന്നു. വാസ്തവത്തിൽ ഈ മുഴുവൻ ഭാരതവും ഗ്രാമമാണ്. നിങ്ങൾ ഗ്രാമത്തിലെ ബാലകരാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. നമ്മൾ ബോംബെയിൽ വസിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കരുത്. ബോംബെയും സ്വർഗത്തിനു മുന്നിൽ എന്താണ്? ഒന്നും തന്നെയല്ല, ഒരു കല്ല് പോലുമല്ല. നമ്മൾ ഗ്രാമത്തിലെ ബാലകർ അനാഥരായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. പേര് തന്നെ സ്വർഗം എന്നാണ്. എത്ര വജ്രവൈഡൂര്യങ്ങൾ കൊട്ടാരങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്നു. സോമനാഥന്റെ ക്ഷേത്രവും എത്ര വജ്രവൈഡൂര്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. ആദ്യമാദ്യം ശിവന്റെ ക്ഷേത്രമാണ് ഉണ്ടാക്കുന്നത്. എത്ര ധനികരായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഭാരതം ഗ്രാമമാണ്. സത്യയുഗത്തിൽ വളരെ സമ്പന്നമായിരുന്നു. ഈ കാര്യങ്ങൾ ലോകത്തിൽ നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നിങ്ങൾ പറയും, ഇന്നലെ നമ്മൾ ചക്രവർത്തിയായിരുന്നു, ഇന്ന് ഭിക്ഷുവാണ്, വീണ്ടും വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു.
കുട്ടികളായ നിങ്ങൾ സ്വന്തം ഭാഗ്യത്തിൻ്റെ മേൽ നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. നമ്മൾ പദമാപദം ഭാഗ്യശാലിയാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഈ ശരീരത്തിലിരിക്കെ അശരീരി ആകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ശരീരത്തിൻ്റെ വിസ്മൃതി ഉണ്ടാകും വിധത്തിലായിരിക്കണം ഓർമ്മയുടെ യാത്ര. ജ്ഞാനത്തിൻ്റെ മനനം ചെയ്ത് ആസ്തികരാകണം. മുരളി ഒരിക്കലും മിസ് ചെയ്യരുത്. തൻ്റെ ഉന്നതിക്ക് വേണ്ടി ഡയറിയിൽ ഓർമ്മയുടെ ചാർട്ട് നോട്ട് ചെയ്യണം. വരദാനം: ആത്മീയ ശക്തിയെ ഓരോ കർമ്മത്തിലും യൂസ് ചെയ്യുന്ന യുക്തിയുക്തവും ജീവൻ മുക്തവുമായി ഭവിക്കട്ടെ. ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷത തന്നെ ആത്മീയതയാണ്. ആത്മീയതയുടെ ശക്തിയിലൂടെ തന്നെയാണ് സ്വയം തന്നെയും സർവരെയും പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കുന്നത്. ഈ ശക്തിയിലൂടെ അനേകം പ്രകാരത്തിലുള്ള ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നു. എന്നാൽ യുക്തിയുക്തമായി ഓരോ കർമ്മത്തിലും ലൂസ്, അതായത് അയഞ്ഞവർ ആകുന്നതിന് പകരം ആത്മീയ ശക്തിയെ യൂസ് ചെയ്യൂ. മനസ്സ വാച കർമ്മണ മൂന്നിലും ഒരുമിച്ച് ആത്മീയതയുടെ ശക്തിയുടെ അനുഭവം ഉണ്ടാകണം. ആരാണോ മൂന്നിലും യുക്തിയുക്തം അവർ തന്നെയാണ് ജീവൻ മുക്തം. സ്ലോഗൻ: സത്യതയുടെ വിശേഷതയിലൂടെ സന്തോഷത്തിൻ്റെയും ശക്തിയുടെയും അനുഭൂതി ചെയ്തുകൊണ്ടിരിക്കൂ. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഏതെല്ലാം പരിതസ്ഥിതികൾ വന്നുകൊണ്ടിരിക്കുകയും വരാൻ പോവുകയും ചെയ്യുന്നത്, അതിൽ വിദേഹി സ്ഥിതിയുടെ അഭ്യാസം വളരെയധികം ആവശ്യമാണ്. അതിനാൽ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഇത് ഉണ്ടാകില്ലല്ലോ, ഇത് നടക്കില്ലല്ലോ, എന്തുണ്ടാകും, ഈ ക്വസ്റ്റ്യൻ ഉപേക്ഷിക്കൂ. ഇപ്പോൾ വിദേഹി സ്ഥിതിയുടെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. വിദേഹിയായ കുട്ടികളിൽ ഏതൊരു പരിതസ്ഥിതിക്കും ഏതൊരു ചഞ്ചലതയ്ക്കും പ്രഭാവമുണ്ടാക്കാൻ സാധിക്കില്ല. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ശുദ്ധവും പവിത്രവുമായ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും
ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായി ആ ജ്യോതി ദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ജ്യോതി ദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യ ഭാവത്തിൽ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ ഏകാഗ്രമാക്കുന്നു. അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സർവബന്ധനമുക്തവും ആനന്ദമയവുമായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ ഈശ്വരീയ പ്രാപ്തികളുടെ അനുഭവം സംഗമയുഗത്തിലെ സർവശ്രേഷ്ഠ ഭാഗ്യമാണ്. സാകാര സൃഷ്ടിയിലെ എൻ്റെ സഹോദര ആത്മാക്കൾക്കും അവരുടെ ജന്മസിദ്ധ അവകാശമായ ഈശ്വരീയ പ്രാപ്തികൾ ലഭിക്കട്ടെ എന്ന ശക്തിശാലി ശുഭസങ്കല്പം അവരിലേക്ക് ഞാൻ അയക്കുകയാണ്. ഹേ ആത്മാക്കളെ, ബാബ സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ഈശ്വരീയ സമ്പത്ത് നൽകുവാൻ വന്നു കഴിഞ്ഞു എന്ന മനസ്സിൻ്റെ സങ്കല്പം ആ ആത്മാക്കളിൽ എത്തട്ടെ.
സംഗമയുഗത്തിലെ ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിന് ആ ആത്മാക്കൾ യോഗ്യരായി മാറട്ടെ.